വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഓൾറെഡി സിലബസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഇനി നമ്മൾ പഠനത്തിലേക്ക് കടക്കുകയാണ്. ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റ്സ് കാണും. അതിൽ നിന്നാണ് നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സിലേക്ക് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആദ്യം കുറെ ഫാക്ട്സ് നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജി ഡി പി എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ജി ഡി പിയുടെ ട്രെൻഡ് ഡൈനാമിക് ആയിട്ടുള്ള റീസെന്റ് ഇവന്റ് ആണ് അല്ലേ? അങ്ങനെ സ്റ്റാറ്റിക്കിൽ നിന്നായിരിക്കും നമ്മൾ ഡൈനാമിക്കിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുകയാണ്. നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ റീസെന്റ് ട്രെൻഡ്സ്, ഡേറ്റ, കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ടോപ്പിക്കുകളാണുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം എന്താണ്, നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും ബേസിക്സ് എക്കണോമിക്സ് അറിയാത്ത ആൾക്കാർ കാണും. സോ അവർക്ക് വേണ്ടിയും കൂടെയാണ്, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എക്കണോമിക്സുകാർക്ക് ചിലപ്പം തോന്നും ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതാണ്, ഇതിന്റെ ആവശ്യം എന്താണെന്ന് തോന്നുന്നവര് ഒന്ന് ലൈക്ക് കാമായിട്ട് പഠിക്കുക. കാരണം നമ്മൾ ബേസിക്സിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. നമ്മൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ കാര്യവും കേരളത്തിന്റെ കാര്യവും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സെക്ഷൻ തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. ആദ്യം ഡെമോഗ്രഫി എന്താണെന്നും ഡെമോഗ്രഫിയിൽ നമ്മൾ അറിയേണ്ട സ്റ്റാറ്റിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാറ്റിക് ഐഡിയാസ് പഠിച്ചിട്ട് ഇന്ത്യ ആൻഡ് കേരളയിലെ കറണ്ട് സിറ്റുവേഷൻ, ഡൈനാമിക് ആയിട്ടുള്ള ഫാക്ട്സിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറിലേ ആയിരിക്കും പോകുന്നത്. അതേപോലെ ഇനിയുള്ള ടോപ്പിക്കുകൾ പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിലും ആദ്യം ഇത് മൂന്നും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട്, അതേപോലെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിങ് എന്തൊക്കെ എന്താണെന്ന് സ്റ്റാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു പോകും. അതേപോലെ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ബേസിക് ഫാക്ട്സ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്ട്സ് പഠിച്ചിട്ടായിരിക്കും ഡൈനാമിക് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് നമ്മൾ പോകുന്നത്. മൈഗ്രേഷനെ കുറിച്ചൊക്കെ അവിടെ പഠിക്കാനുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. സോ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെക്കുകയാണ്, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് ഡസ് ഡെമോഗ്രഫി പ്രൈമർലി സ്റ്റഡി? ഡെമോഗ്രഫി എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ കുറിച്ചാണോ? ഹ്യൂമൻ പോപ്പുലേഷൻ ഡൈനാമിക്സ് ആണോ? ക്ലൈമറ്റ് ചേഞ്ച് ആണോ? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണോ? ഒരുവിധം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഡെമോഗ്രഫി, വാക്ക് ശ്രദ്ധിക്കുക. ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഡൈനാമിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഡെമോഗ്രഫി അല്ലെങ്കിൽ ഡെമോഗ്രഫിക്കൽ ട്രെൻഡ് പഠിക്കുമ്പോൾ ഡെമോഗ്രഫി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡെമോഗ്രഫി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. നമ്മുടെ മനുഷ്യ ജനതയെ കുറിച്ചുള്ള പല ഫീച്ചേഴ്സും, ഫോർ എക്സാമ്പിൾ സൈസ്, സ്ട്രക്ചർ, ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, ഏജിങ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോ ആ ഒരു ബോധം മനസ്സിലുണ്ടാകണം. നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷന്റെ വേരിയസ് ആസ്പെക്ട്സ് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് ഡെമോഗ്രഫി? Demography is the study of human populations focusing on their size, structure and distribution. ശ്രദ്ധിക്കുക, സൈസ്, സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സൈസ്, സ്ട്രക്ചർ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നെങ്കിലും ഇവിടെ നമ്മൾ പല ഫാക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്നുണ്ട്, പല ആസ്പെക്ട്സ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ പാറ്റേൺസ്, ഓക്കെ, മാത്രമല്ല ഏജ് ഡെമോഗ്രഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് ഏജ്, ഓരോ ആൾക്കാരുടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയ പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഡൈനാമിക്സ്, അതിന്റെ ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇതിലൂടെ ഡെമോഗ്രാഫിക് അനാലിസിസ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു സൊസൈറ്റൽ ട്രെൻഡ്സ്. നമ്മൾ ഒരു എക്കോണമിയെ കുറിച്ച് മനസ്സിലാക്കാൻ, ഒരു സമൂഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഡെമോഗ്രാഫിക് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് അല്ലേ? ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലായത് കൊണ്ട് തന്നെ ഈ പോപ്പുലേഷനെ കാറ്റർ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പല പോളിസീസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവരണം.
സോ നമ്മുടെ രാജ്യത്തിനകത്ത് റിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതോടൊപ്പം നമ്മുടെ ബഡ്ജറ്റിലൂടെയും മറ്റ് പോളിസീസിലൂടെ എന്താണ് പോളിസി മേക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യമെല്ലാം എന്താണ് ഈ ഡെമോഗ്രാഫിക് അനാലിസിസ് നടത്തിയാൽ മാത്രമേ പറ്റൂ. ഓക്കെ, സോ ഇതുവഴി നമുക്ക് ഇപ്പം നമുക്കറിയാം ലാസ്റ്റ് സെൻസസ് നടന്ന 2011 ആയിരുന്നു അല്ലേ. 2011 ഡേറ്റയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പുതിയ ഡേറ്റ കളക്ഷനിലെ പ്രോസസ് ഒക്കെ നടക്കുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. കോവിഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം നീക്കിവെച്ചതാണ്. സോ ഈ 2021 ഡേറ്റ വെച്ച് നമ്മൾ ഇത്രയും 10 വർഷത്തേക്കുള്ള എന്താണ് നടത്തുന്ന ഒരു ഫോർകാസ്റ്റ് ആണ്. ഓക്കെ, സോ അതുവഴി എന്താണ് നമ്മുടെ പോപ്പുലേഷൻ, ഓക്കെ, പോപ്പുലേഷനിലെ ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും എക്കണോമിക് ആസ്പെക്ട്സും എല്ലാം എന്താണ് നമ്മൾ പോളിസി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡെമോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥയും, ഓക്കെ, അവിടുത്തെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പേരുണ്ട്, പക്ഷെ അവർക്ക് അൺഎംപ്ലോയ്മെന്റ് ആണ്. അന്നേരം അതനുസരിച്ചുള്ള പോളിസീസ് കൊണ്ടുവരാം. സോ നമ്മൾ ഒരു എക്കോണമിയിൽ സമ്മറി ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്കോണമിയിലെ എന്താണ് ഡെമോഗ്രാഫിക് സ്റ്റഡി കാരണം എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിസി മേക്കിംഗ്, കൃത്യമായ ഫോർകാസ്റ്റിലൂടെ എന്താണ് പോളിസി മേക്കിംഗ് ചെയ്യാൻ പറ്റും. സോ ഡെമോഗ്രാഫിക്കൽ ഷിഫ്റ്റുകൾ നമ്മുടെ സമൂഹത്തിലെ പോപ്പുലേഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ വീണ്ടും ഞാൻ പറയാണ്. ഡെമോഗ്രഫി is the scientific study of human population primarily with respect to your size. എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് നോക്കും. സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. കാരണം ഇവിടെ പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ടൊരു വാക്ക് പറയുകയാണ്, എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ്. എനിക്ക് നിങ്ങൾ മനസ്സിലാലോചിക്കണം. നിങ്ങൾക്ക് ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് വളരെ സിമ്പിൾ ആണല്ലോ, എത്ര പേര് ജനിക്കുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്രൂഡ് ബർത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാലോചിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ബർത്ത് വിച്ച് മീൻസ് ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മൈഗ്രേഷൻ, ഈ 3 ആസ്പെക്ട്സുകളാണ് പ്രധാനമായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ ഡെമോഗ്രഫി, നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഡെമോഗ്രഫി അസസ് ചെയ്യുന്ന പല പാരാമീറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു ജനറൽ ഡെഫിനിഷൻ ആണ്. പക്ഷെ ഈ ഡെഫിനിഷനിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ അതിലേക്ക് പതുക്കെ അങ്ങോട്ട് പോകും. സോ നമുക്ക് കുറച്ച് ആ ഒരു വേർഡ് ഉണ്ടായതിനെ കുറിച്ചൊക്കെ പഠിക്കാം. സോ ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡ് ആയിരുന്നു. എന്താണ് ഗ്രീക്ക് വേർഡ് ആയിരുന്നു. ഡീമോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ, ഇല്ലെങ്കിൽ ഗ്രാഫിയ, ഓക്കെ, റൈറ്റിംഗ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഈ 2 വാക്കിൽ നിന്നാണ്. ഡീമോസ് എന്ന് പറയുന്ന പീപ്പിൾ എന്ന മീനിങ്ങും ഗ്രാഫി എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് എന്തുണ്ടായത്, ഡെമോസ് ഗ്രാഫിയ ചേർന്ന് ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് നമുക്കുണ്ടായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതൊന്ന് മനസ്സിൽ വെക്കുക. അടുത്തത് സ്കോപ്പ് ഓഫ് ഡെമോഗ്രഫി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കും എന്നുള്ള സ്കോപ്പ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബേസിക്കലി എന്താണ് ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ സൈസ് എന്താണെന്ന് നമ്മൾ നോക്കും. ആ പോപ്പുലേഷൻ സൈസ് എത്ര ആണെന്ന് മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ വർഷങ്ങളായിട്ടുള്ള ആ പോപ്പുലേഷൻ കൂടുന്നോ കുറയുന്നോ എന്തെന്നുള്ള കാര്യവും നമ്മളിവിടെ നോക്കും. സോ പോപ്പുലേഷൻ സൈസും ഗ്രോത്തും മെഷർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാലോചിക്കുക. നമ്മൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് പോപ്പുലേഷൻ സൈസും ഗ്രോത്തും ഡിസ്കസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് പോപ്പുലേഷൻ സ്ട്രക്ചർ. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് നമ്മൾ ഇത്രയും നേരം പറയുന്നെങ്കിലും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഏത് ഏജുകാരാണ് എക്കോണമിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ രാജ്യത്ത് കൂടുതൽ? സെക്സ് റേഷ്യോ, അതിനാണ് സെക്സ് കോമ്പോസിഷൻ. ഈ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, സെക്സ് കോമ്പോസിഷൻ അളക്കാൻ സെക്സ് റേഷ്യോ ഉപയോഗിക്കും, മെരിറ്റൽ സ്റ്റാറ്റസ്, ഹൗസ് ഹോൾഡ് ടൈപ്സ്, റൂറൽ അർബൻ ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, താഴെ പറയുന്ന സ്റ്റേറ്റുകൾ ഓക്കെ കറക്റ്റ് പോപ്പുലേഷൻ അനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ. സോ നമുക്ക് എന്താണ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയുടെയും കേരളത്തിന്റെ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം ജിയോഗ്രഫിക്കൽ പാറ്റേൺസിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതും ഏത് സ്റ്റേറ്റ് ആണ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളൊരു ബോധം വേണം. റൂറൽ അർബൻ ഡിസ്പാരിറ്റിയെ കുറിച്ചുള്ള ഒരു ബേസിക് ബോധം വേണം.
പോപ്പുലേഷൻ പ്രോസസ്. പോപ്പുലേഷനിലെ ഈ സൈസിനെയും ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫെർട്ടിലിറ്റി, രണ്ടാമത്തത് മോർട്ടാലിറ്റി, മൂന്നാമത്തെ എന്താണ് മൈഗ്രേഷൻ. എത്ര കുട്ടികൾ ജനിക്കുന്നു, എത്ര പേർ മരിക്കുന്നു, എത്ര പേർ ജോലിക്ക് വേണ്ടി പെർമനന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഈ 3 കാര്യങ്ങളാണ് പോപ്പുലേഷൻ സൈസിനെയും ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് പോപ്പുലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കണം. പിന്നീട് നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അളക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൂളി പറഞ്ഞ കാര്യങ്ങൾ. ഈ 4ാമത്തെ കാര്യം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഇല്ലേ പോപ്പുലേഷന്റെ? ഉദാഹരണത്തിന് അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ത്? നമ്മുടെ ലിറ്ററസി. ലിറ്ററസി അളക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത് അളക്കാൻ പറ്റുന്നത് പോപ്പുലേഷന്റെ ഒരു ഡെമോഗ്രഫിക് ഫീച്ചർ തന്നെയാണ് അല്ലേ? സോ എഡ്യൂക്കേഷനെ കുറിച്ച്, അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന സെക്ടർ ഏതാണെന്നൊരു ചോദ്യം ചോദിക്കുന്നതും ഡെമോഗ്രഫിക്കൽ ആസ്പെക്ട് ആണ്. സോ എഡ്യൂക്കേഷൻ, ഒക്കുപ്പേഷൻ, ഇൻകം, എത്തിനിസിറ്റി, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എന്താണ്? പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമ്മൾ എന്താണ് മെഷർ ചെയ്യാറുണ്ടെന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിൽ വേണം. സോ അത് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു ഡിവിഷൻ ഉണ്ട് ഡെമോഗ്രഫിയിൽ. 2 തരത്തിലുള്ള ഡെമോഗ്രഫി ആണുള്ളത്. ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫി. എന്താണ്? ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫിയും സോഷ്യൽ ഡെമോഗ്രഫി. ഏതൊക്കെയാണ്? ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫി, ഇല്ലെങ്കിൽ സോഷ്യൽ ഡെമോഗ്രഫി. ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നമുക്ക് കൃത്യമായി ഡയറക്ട്ലി, ഇപ്പൊ ഉദാഹരണം ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ബർത്ത് റേറ്റ്. ഓക്കെ, ബർത്ത് റേറ്റ്, ഇതിനെ ക്രൂഡ് ബർത്ത് റേറ്റ് ആണ് നമ്മൾ അളക്കുന്നത്. അതെന്താന്ന് ഞാൻ പറഞ്ഞത്. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു കോമൺ മാൻ മനസ്സിലാക്കേണ്ടത് എത്ര പേര് ജനിക്കുന്നുണ്ടെന്നുള്ള അനാലിസിസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കുന്നതിനെയാണ് ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അവിടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തുടങ്ങിയ ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒന്നും നോക്കാതെ നമ്മൾ എന്താണ് ഡയറക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് മാത്രം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്താണ്? സോഷ്യൽ ഡെമോഗ്രഫി. എന്താണ്? സോഷ്യൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫിയിൽ എന്താണ് പറയുന്നത്? നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള, എക്കണോമിക് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അളക്കുന്നുണ്ട് ഡെമോഗ്രഫിയിൽ. അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. എന്താണ്? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. ഓക്കെ, അന്നേരം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമുക്ക് അളക്കാൻ പറ്റത്തില്ലേ? അളക്കാൻ പറ്റും. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതും ഡെമോഗ്രഫിയുടെ അണ്ടറിൽ വരുന്നതാണ്. നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മൈഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് 20, 30, 1, 2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ബ്രോഡർ ആയിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ സ്ട്രക്ചറിനെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് അളക്കുവാണ്. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതൊക്കെ അവിടെ അളക്കുന്നുണ്ട്. സോ എന്താണ് ഡെമോഗ്രഫി എന്നും ഇതുവരെ ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡെമോഗ്രഫി എന്നും എന്താണ് ഡെമോഗ്രഫിയുടെ ഒറിജിൻ ആയിട്ടുള്ള ഗ്രീക്ക് വേർഡ്സ് ആണെന്നും അതോടൊപ്പം സ്കോപ്പ് ഓഫ് എന്തൊക്കെ ഉൾപ്പെടുന്നു അതിനെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും എന്നുള്ള കാര്യവും മനസ്സിലായി അല്ലേ? സോ ഡെമോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കാനായിട്ടാണ്. കാരണം ഈ റിലേറ്റഡ് ആയിട്ട് ഈ ഡെമോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യയുടെ ഡെമോഗ്രഫിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ പോയി എന്താണ് ഇയർ ഓഫ് ഗ്രേറ്റ്, നിങ്ങൾക്ക് അറിയാവുന്നൊന്ന് ആലോചിക്കുക. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് ഒരു വർഷമുണ്ട്. ഈ ഒരു വാക്ക് ജസ്റ്റ് മനസ്സിൽ വെച്ചോ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ പിന്നീട് എന്ത് പോളിസിയാണ് കൊണ്ടുവന്നത്? നമ്മൾ ഫാമിലി പ്ലാനിങ് ഒക്കെ കൊണ്ടുവന്നത് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ഒക്കെ ഉണ്ടായതിന്റെ ഫലമാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോഗ്രഫി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോളിസി, നമ്മൾ പുതിയ പ്ലാനിങ് പോളിസീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിങ്, എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരുമ്പോൾ ഡെമോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് തീരുമാനിക്കാം. ഇവിടെ ഉദാഹരണത്തിന് ലേബർ സപ്ലൈ, ഇന്ത്യയിൽ ലേബർ സപ്ലൈ കിട്ടുമോ? ആവശ്യത്തിന് കിട്ടും. കാരണം ഇന്ത്യയിൽ ലേബർ സപ്ലൈ കിട്ടാൻ കാരണം ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പതുക്കെ പഠിച്ച് പോകാം. നിങ്ങൾ ഈ വാക്കൊന്നും കേട്ട് പേടിക്കണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, കൺസ്യൂമർ ഡിമാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം
ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് അല്ലേ, ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ്. സോ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസി, ഇന്ത്യയിൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചിലവരെങ്കിലും ചിന്തിക്കുമായിരിക്കും MCQ എക്സാമിന് ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക, ആവശ്യത്തിന് സമയമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരു ബോധം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് പഠിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ സോഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഡിപ്പെൻഡൻസി റേഷ്യോ കൂടുതലാണെങ്കിൽ ചിൽഡ്രനും എൽഡറിന്റെയും മൈഗ്രൻസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ സോഷ്യൽ സർവീസസ് കൊണ്ടുവരും. പിന്നെ എപ്പിഡമിയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഓക്കെ, ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഡിസീസ് കൺട്രോൾ ആൻഡ് ഹെൽത്ത് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഡെമോഗ്രഫിയുടെ അടിസ്ഥാനത്തിലാണ്. ഡെമോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഗ്രീൻ GDP എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. GDP മൈനസ് നമ്മൾ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്നതും പൊല്യൂഷനും കുറയ്ക്കുന്നതിനെയാണ് ഗ്രീൻ GDP എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ഡെമോഗ്രഫി പോപ്പുലേഷൻ കൂടുമ്പോൾ ഗ്രീൻ GDP കുറയും. ഓക്കെ, സോ അതുവഴി നമ്മൾ വളരെ ഇതിലൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ഡെമോഗ്രാഫിക് ഡേറ്റയ്ക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുണ്ട്? ഡെമോഗ്രാഫിക് ഡേറ്റയ്ക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഒന്നാമത്തത് പോളിസി പ്ലാനിങ്. നമ്മൾ ഈ ഡെമോഗ്രഫിയുടെ ബേസിലാണ് നമ്മൾ പല വെൽഫെയർ പോളിസീസും കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നമ്മുടെ എമിലി ദുർഖെയിം എന്ന് പറയുന്ന ഒരു സോഷ്യോളജിക്കൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫർ, അദ്ദേഹം അവിടെ ഡെത്ത് റേറ്റ്, ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, സ്റ്റഡി ഓഫ് സൂസൈഡ് റേറ്റ്സിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുവഴി നമ്മുടെ സോഷ്യൽ ഫിനോമിനയായിട്ടുള്ള ഡെത്ത് റേറ്റിന് കാരണം സൂസൈഡ് റേറ്റ്സ് കൂടുന്നത് കാരണമാണ് ഡെത്ത് റേറ്റ് കൂടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുവഴി പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ MG മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി. ഇത് കൊണ്ടുവന്ന നമ്മുടെ രാജ്യത്തിനകത്ത് പോപ്പുലേഷൻ കൂടുതലാണ്, ജോലി കിട്ടുന്നുള്ള കാര്യമാണ്. സോ ഇതൊക്കെ ബേസിക്കലി നിങ്ങൾ തിയററ്റിക്കലി മനസ്സിലാക്കേണ്ടതാണ്. സോ ഇത്രയും നേരം കൊണ്ട് ഡെമോഗ്രഫി എന്താണെന്നും പോപ്പുലേഷൻ സ്കോപ്പ് ഓഫ് ഡെമോഗ്രഫിയും ഡെമോഗ്രഫിയുടെ ഫോർമൽ ആൻഡ് സോഷ്യൽ ഡെമോഗ്രഫി ഡിവിഷനും അതോടൊപ്പം ഡെമോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലായി. സോ നമ്മളിവിടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഡെമോഗ്രഫി പഠിക്കുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഡെമോഗ്രഫിക്കൽ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കേരള എന്ന് പഠിക്കുന്നത്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സോ population problems are directly linked to and connected with education, employment, transportation, rehabilitation, industrialization, per capita income. എന്ന് പറഞ്ഞാൽ എക്കണോമിയുടെ അവസ്ഥ എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡെമോഗ്രഫിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ലോജിക്കിലാണ് എക്കണോമിക്സിന്റെ സിലബസിൽ ഡെമോഗ്രഫിയെ കുറിച്ചുള്ള ഒരു ടോപ്പിക് കടന്നു വരുന്നത്. ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഇത്രയും നേരം ഞാൻ കുറെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് ഒരു ബോധം കിട്ടാനായിട്ടാണ്. സോ ഇനി ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ദ ടേം ക്രൂഡ് ബർത്ത് റേറ്റ് റെഫേഴ്സ് ടു. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള വാക്ക് ബർത്ത് റേറ്റ് എന്ന് മാത്രമായിരിക്കും. എന്റെ ചോദ്യം ഇതാണ്, ദ ടേം ക്രൂഡ് ബർത്ത് റേറ്റ് റെഫേഴ്സ് ടു. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇവിടെ നമ്പർ ഓഫ് ബർത്ത്, അത് ശരിയാണ്, നമ്പർ ഓഫ് ബർത്ത് ഡൗട്ട് ഒന്നുമില്ല. പെർ ഇവിടെ ഒരു കണക്കുണ്ട്, 1000 ആണ്. ഓക്കെ, എന്റെ ആൻസർ വരുന്നത് 1000 ആണ്. 1000 വുമൺ അല്ല, 1000 പോപ്പുലേഷൻ പെർ ഇയർ ആണ്. സോ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ക്രൂഡ് ബർത്ത് റേറ്റിന്റെ കൃത്യമായ ഡെഫിനിഷൻ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. 1000 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1000 നമ്മുടെ പോപ്പുലേഷൻ കോടിക്കണക്കിന് കാണും, അതില് 1000 പേര് എടുക്കുന്നു, അതൊരു സാമ്പിൾ ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആവറേജ് എടുക്കുവാണ്. ഓക്കെ, ഈ കോടിക്കണക്കിന് 160 130 കോടി ജനങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 1000 പേരെ എടുക്കുവാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആവറേജ് ആണ്. അതിൽ എത്ര പേര് ബർത്ത് നൽകുന്നു. ഓക്കെ, 1000 പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ബർത്ത് നൽകുന്നു, അതിനെയാണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ഡെഫിനിഷൻ മാറ്റാൻ പറ്റത്തില്ല. ഇത് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബർത്ത് പെർ 1000 പോപ്പുലേഷൻ പെർ ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്? അടുത്തത് ഡിപ്പെൻഡൻസി റേഷ്യോ. അടുത്ത ചോദ്യമാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡിപ്പെൻഡൻസി റേഷ്യോയുടെ മീനിങ് എന്താണെന്ന് അറിയാവുന്നവർക്ക് ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
റേഷ്യോ ഓഫ് മെയിൽ ടു ഫീമെയിൽ പോപ്പുലേഷൻ, അതിനെ എന്താ വിളിക്കുന്നത്? സെക്സ് റേഷ്യോ ആണ്. ഓക്കെ, റേഷ്യോ ഓഫ് റൂറൽ ടു അർബൻ പോപ്പുലേഷൻ അല്ല, റേഷ്യോ ഓഫ് ലിറ്ററേറ്റ് ടു ഇല്ലിറേറ്റ് അല്ല. ഓക്കെ, എന്താണ്? റേഷ്യോ ഓഫ് ഡിപ്പെൻഡൻസ് ടു വർക്കിംഗ് പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോണമിയിൽ നമുക്കറിയാം യങ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും കാണും വയസ്സായവരും കാണും. ഇവരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഈ ഡിപ്പെൻഡന്റും വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വർക്കിംഗ് ഏജ് എന്ന് പറയും. സോ ഇവർ തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്താണ്? ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഇതിൽ ഡിപ്പെൻഡൻസിന്റെ എണ്ണം കുറവും വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടി നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കണം. ഇതില് എന്താണ്? വർക്കിംഗ് പോപ്പുലേഷന്റെ എണ്ണം കൂടുകയും ഡിപ്പെൻഡൻസിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ള ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ പോകുന്നത്. സോ സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിയയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് റെഫേഴ്സ് ടു. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം എ ലാർജർ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. ബി ആണ് ആൻസർ വരുന്നത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടി നിൽക്കുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാൽത്തൂസിയൻ തിയറി. നമ്മൾ ഡെമോഗ്രഫിയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് 2-3 തിയറീസ് ഉണ്ട്. മാൽത്തൂസിയൻ തിയറി, ഡെമോഗ്രാഫിക് തിയറി ഓഫ് ട്രാൻസിഷൻ. ആ 2 തിയറിയാണ് ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലാക്കണം, വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മാൽത്തൂസിയൻ തിയറി എന്ന് പറഞ്ഞാൽ ഡെമോഗ്രഫിയിൽ എക്കണോമിക്സിൽ വന്ന ആദ്യത്തെ തിയറിയാണ്. മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ഫിലോസഫറിന്റെ തിയറിയാണ്. പോപ്പുലേഷൻ ജിയോമെട്രിക്കലി കൂടും, സപ്ലൈ അരിത്തമെറ്റിക്കലി കൂടും. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പ്ലസ് 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 ആയിട്ട് പോകും. സപ്ലൈ എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ട് എന്താണ് പോകുമെന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, പോപ്പുലേഷൻ എപ്പോഴും പ്ലസ് 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 ആയിട്ട് പോകും. അതിനെയാണ് ജിയോമെട്രിക്കലി എന്ന് പറയുന്നത്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക്കലി പോകും. ആണോ? അല്ല. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ കൺഫ്യൂസിങ് ആക്കാൻ പറയുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ബോധം വേണം. ഞാൻ ആദ്യം പറഞ്ഞതിനായിരുന്നു കറക്റ്റ്. മാൽത്തൂസിയൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഒരു രാജ്യത്തെ പോപ്പുലേഷൻ മൾട്ടിപ്പിൾ ആയിട്ട് പോകും. അതാണ് ജിയോമെട്രിക്കലി. ജിയോമെട്രിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ആയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ഒരാൾ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അല്ലേ? ഒരു വ്യക്തി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അടുത്ത റൗണ്ടിൽ എന്താണ്? അവിടെ 2 പേരും 2 കുഞ്ഞുങ്ങളെ വീതം പ്രസവിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിൽ 4 പേരുണ്ടാവും. പിന്നെ 8 ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 4, 8, 16 അങ്ങനെ ഇൻഡ്യൂ ചെയ്ത് അങ്ങനെ പോവാണ്. പക്ഷെ ഫുഡ് എന്താണ്? ഫുഡ് റിസോഴ്സസിന്റെ ലിമിറ്റേഷൻ കൊണ്ട് പ്ലസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് അൾട്ടിമേറ്റ്ലി എന്താണ്? പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്ന തിയറിയാണ് മാൽത്തൂസിയൻ തിയറി. അതൊന്ന് മനസ്സിലാക്കുക, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ആൻസർ എന്താണ്? ബി ആണ്. ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പുഷ് ഫാക്ടർ ഇൻ മൈഗ്രേഷൻ? എന്താണ് പുഷ് ഫാക്ടർ ഇൻ മൈഗ്രേഷൻ? ചോദ്യം വളരെ സിമ്പിൾ ആണ്. മൈഗ്രേഷൻ എന്താണെന്നറിയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വെളിയിലേക്ക് പോകുന്നതിനെയോ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തേക്ക് വരുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇപ്പം അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. നമുക്ക് പല തരത്തിലുള്ള മൈഗ്രേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ സ്റ്റാറ്റിക് പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഞാൻ പറയുന്ന ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു 4 സ്റ്റേറ്റ് ഉള്ള രാജ്യം ഇന്ത്യക്ക് 4 സ്റ്റേറ്റ് ഉണ്ടെന്നൊന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇന്ത്യ, തമിഴ്നാടു എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകൾ ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിയിൽ എന്താണ്? വെളിയിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും കിടപ്പുണ്ട്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ്. ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നതിന് നമ്മൾ എന്താണ്? എക്സ്റ്റേൺ. അതിന് വിളിക്കുന്ന പേരെന്താണ്? എമിഗ്രേഷൻ എന്നാണ്. എന്താണ്? എമിഗ്രേഷൻ. എമിഗ്രൻസ് ഫ്രം ഇന്ത്യ. ഒരു രാജ്യത്തെ, ഒരു കൺട്രിക്കകത്ത് നിന്ന് വെളിയിലോട്ട് പോകുന്നതിനെ എക്സിറ്റ്, എമിഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? എമിഗ്രേഷൻ എന്നാണ്
വിളിക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടാകും. അതേസമയം വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിനകത്തേന് വരുന്നതിന് ഇൻസൈഡ് എന്താണ് ഇമിഗ്രേഷൻ എന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒരു രാജ്യത്തിന്റെ വെളിയിലോട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞാലേക്ക് ഒരു രാജ്യത്തിന്റെ വെളിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിന് എമിഗ്രേഷൻ എന്നും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് എന്താണ് ഇമിഗ്രേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ കാണത്തില്ല. അതിനെ ഇൻമൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും എന്നാണ് പറയുന്നത്. ഇന്ത്യക്കകത്ത് കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിന് ഇൻമൈഗ്രേഷനെ അതിന് വെളിയിലോട്ട് പോകുന്ന ഔട്ട് മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മൾ മൈഗ്രേഷൻ സാധാരണ ഇങ്ങനെ 4 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി there are pull factors and push factors. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുവാണ്. കഥ തുറക്കണം, പുള്ള് ഏതാ പുഷ് ഏതാ? പുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? വലിക്കുന്നതിനെയാണ്. പുഷ് എന്ന് പറഞ്ഞാൽ തെള്ളുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പുഷ് ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ? നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നിന്ന് വെളിയിലേക്ക് തള്ളി വിടുന്ന എന്താണെന്നാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അതാണ് പുൾ ആണോ? പുൾ ഓക്കെ ആണോ? അല്ല, പുഷ്. ഇന്ത്യക്കകത്ത് നിന്ന് വെളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പുഷ് ചെയ്ത് വിടുവാണ്. പുഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹമില്ല, പക്ഷെ നമ്മൾ പുഷ് ചെയ്ത് വെളിയിലാക്കുന്നു. ആ സമയം എന്താണ്? പുള്ള്. വെളിയിൽ നിന്ന് നമ്മളെ പുള്ള് ചെയ്ത് വലിച്ചെടുക്കുന്നു. നമ്മൾ എന്താണ്? അട്രാക്റ്റഡ് ആയി സന്തോഷത്തോടെ പോകുന്നതിനെയാണ് പുൾ ഫാക്ടർ. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാം. പുഷ് ഫാക്ടർ ആണ് ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതെന്ത് ഫാക്ടർ ആണ്? പുൾ ഫാക്ടർ ആണ്. പുഷ് അല്ല, എന്താണ്? പുള്ളാണ്. അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതെന്താണ്? പുഷ് ഫാക്ടേഴ്സ് ആണ്. സോ ആൻസർ എന്താണ്? ബി ആണ്. അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ട് വെളിയിലോട്ട് പോകുന്നതിനെ പുൾ ഫാക്ടേഴ്സ് എന്നും, അതേസമയം വിഷമിച്ച് വെളിയിലോട്ട് പോകുന്നതിനെ എന്താണ്? പുഷ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. സോ അങ്ങനെയാണ് മൈഗ്രേഷന്റെ 2 ഫാക്ടേഴ്സ് വരുന്നത്. സോ മൈഗ്രേഷൻ എന്ന് പറയുന്നതിന്റെ ഒരുവിധ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. The population pyramid of a country, of a developed country usually has. ഒരു ഡെവലപ്ഡ് കൺട്രിയിലെ പോപ്പുലേഷൻ പിരമിഡ് എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ പോപ്പുലേഷന്റെ ഏജ് സ്ട്രക്ചർ കാണിക്കുന്നതിനെയാണ് പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്താണ്? ബ്രോഡ് ബേസ് നാരോ ടോപ്പ് ആണോ? അല്ല. ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, ഈ പോപ്പുലേഷൻ പിരമിഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ രാജ്യത്തിനകത്തെ ജനങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതിനാണ് പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട ഇപ്പം. ഓക്കെ, അടുത്തത് which organization publishes the World Population Prospectus Report? ഇതും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. യുണൈറ്റഡ് നേഷൻസ് ആണ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ്, വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത് ഞാൻ സ്റ്റാറ്റിക്സ് പാർട്ടാണ്. സോ നമ്മൾ നോക്കിക്കോ കുറെ കാര്യങ്ങൾ. ക്രൂഡ് ബർത്ത് റേറ്റ് എന്താണ്, ഡിപ്പെൻഡൻസി റേഷ്യോ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, മാൽത്തൂഷ്യൻ തിയറി, പുഷ് പുൾ ഫാക്ടേഴ്സ്, പിരമിഡ്, ഒരു റിപ്പോർട്ട്, ഇതൊക്കെയാണ് സ്റ്റാറ്റിക് കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ ഒറിജിനലി ഇന്ത്യയുടെയും കേരളത്തിന്റെയും ട്രെൻഡ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് പഠിക്കുന്നതിന് മുമ്പ് ഈ കൺസെപ്റ്റുകൾ എന്താണെന്നുള്ള ഒരു ബോധ്യം വേണം. പോപ്പുലേഷൻ സൈസ് എന്താണെന്നും, ബർത്ത്, ഡെത്ത്, മൈഗ്രേഷന്റെ പല ടെക്നിക്കൽ ടേമിന്റെ മീനിങ് എന്താണെന്നും, സെക്സ് റേഷ്യോ, ഏജ് തുടങ്ങിയ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ, പോപ്പുലേഷൻ പിരമിഡൊക്കെ ഇല്ലേ, അതെന്താണെന്ന് മനസ്സിലാക്കണം. ക്രൂഡ് ബർത്ത് റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ടേംസിന്റെ മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോന്നോരോന്ന് പഠിച്ചു പോകാം. സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു പോകുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കണ്ടിട്ട് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ തോന്നിക്കാണും. പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞു തന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഡെമോഗ്രഫി എന്താണെന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ MCQs പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. സോ ഒന്നാമത്തത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഇൻ ഡെമോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒന്നാമത്തെയാണ് ക്രൂഡ് ബർത്ത് റേറ്റ്. ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. ആനുവൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ്. ശ്രദ്ധിക്കുക, ലൈവ് ബേർഡ്സ് പെർ 1000 ടോട്ടൽ പോപ്പുലേഷൻ. വളരെ സിമ്പിൾ ആണ്, ഇതിപ്പം തന്നെ പഠിച്ചുകൊണ്ട് പോവുക. ആനുവൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 ടോട്ടൽ പോപ്പുലേഷൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത്?
ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് ഇൻ എൻ ഇയർ ഡിവൈഡ് ബൈ മിഡ് ഇയർ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. വളരെ സിമ്പിൾ ആണ്. 1000ലുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അടുത്തത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, സോ നമ്മളിവിടെ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. വലിയ വ്യത്യാസമില്ല. ഫെർട്ടിലിറ്റി റേറ്റിന്റെ ആസ്പെക്ട്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ 4 സോ ക്രൂഡ് ബർത്ത് റേറ്റ് നമ്മൾ മനസ്സിലാക്കി. സോ അടുത്തത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആനുവൽ നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് പെർ 1000 വുമൺ. 1000 ആവറേജ് ആയിട്ടുള്ള 1000 വുമന്റെ കാര്യം നോക്കുവാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള അവരുടെ എത്ര ലൈവ് ബേഴ്സ് നൽകുന്നു, എത്ര കുഞ്ഞുങ്ങളെ അവർ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിനാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 15 മുതൽ 49 വരെയാണ് ജനറലി പറയാറ്. 15 വളരെ താഴെ കടയിൽ കിടക്കുന്ന നമ്പറാണ്. പക്ഷെ ഫെർട്ടിലിറ്റി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി തുടങ്ങുന്നത് വെച്ചാണ് പറയുന്നത്. സോ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റീപ്രൊഡക്റ്റീവ് ഏജില് ആവറേജ് അല്ലെങ്കിൽ ആ 1000 വുമണെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികളെ അവര് നൽകുന്നു, സൊസൈറ്റിയിലേക്ക് നൽകുന്നു, അതിനെയാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ശ്രദ്ധിക്കുക, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ ഏജ് കാറ്റഗറി 15 മുതൽ 20, 20 മുതൽ 24 അങ്ങനെ നമ്മൾ എന്താണ് അത് ഓരോ അനാലിസിസിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു 15 മുതൽ 49 വരെ എന്ന് പറയുന്നതിന് 10ന്റെയോ 5ന്റെയോ സ്ലാബ് ആയിട്ട് തിരിച്ച് ഓരോ സ്ലാബിലും എത്ര ബർത്ത് റേറ്റ് ഉണ്ടോ നോക്കുന്നതാണ്. അത് വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, സോ ആവറേജ് അവിടെ ശ്രദ്ധിക്കുക. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിൽ നിന്നുള്ള വ്യത്യാസം നോക്കുക. ആവറേജ് നമ്പർ ഓഫ് ലൈവ് ബേർത്ത് എ വുമൺ വിൽ ഹാവ് ഇഫ് ഷീ എക്സ്പീരിയൻസ് എ കറണ്ട് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ത്രൂ ഔട്ട് ഹെർ റീപ്രൊഡക്റ്റീവ് ലൈഫ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ ഈ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എടുക്കുന്ന ചുമ്മാതല്ല. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജ്യത്ത് ഏത് ഏജിലാണ് ഫെർട്ടിലിറ്റി കൂടുതലാണെന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നതാണത്. ഓക്കെ, അതോടൊപ്പം തന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഈ ഒരു ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ അല്ലെങ്കിൽ പല പീരീഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എത്ര കുട്ടികളെ പ്രസവിക്കുന്നു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പർ ആയിരിക്കും. ഇപ്പൊ 1 മുതൽ 2 എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് നമ്പർ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സ്ത്രീ ആവറേജിൽ നമ്മൾ എല്ലാ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫെർട്ടിലിറ്റി പീരീഡിൽ ആവറേജ് എത്ര കുട്ടികളെ പ്രസവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. സോ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡെഫിനിഷൻസ് ഒക്കെ വരച്ച് മനസ്സിലാക്കുക. ക്രൂഡ് ബർത്ത് റേറ്റ് മനസ്സിലായി, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് മനസ്സിലായി, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് മനസ്സിലായി, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് മനസ്സിലായി. ഈ നോട്ട്സ് ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യുക ക്ലാസ് കഴിഞ്ഞ്. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വരും. അടുത്തതാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. എന്താണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്? എന്താണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്? നമ്മൾ ഇവിടെ നേരത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്, ഇവിടെ റീപ്രൊഡക്ഷന്റെ കാര്യമാണ് പറയുന്നത്. ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് എ വുമൺ വുഡ് ഹാവ് ഇഫ് ഷീ എക്സ്പീരിയൻസ് ദ കറണ്ട് ASFR ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്സ്. മോർട്ടാലിറ്റി ഉൾപ്പെടുത്തുന്നില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് കുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. ആ മരിക്കുന്ന കാര്യം നോക്കാതെ എത്ര കുട്ടികളെ ആവറേജ് കുട്ടികളെ ഉണ്ടാക്കി, ഒരു വുമൺ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തു, ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നൽകി എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. ഗ്രോസ് ആണ്. അവിടെ എന്താണ് മോർട്ടാലിറ്റി നമ്മൾ കൂട്ടാറില്ല. അടുത്തത് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. എന്താണ് നെറ്റ്? അവിടെ എന്താണ് അവിടെ ബോത്ത് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് കൺസിഡർ ചെയ്യും. സോ ശ്രദ്ധിക്കുക, ഗ്രോസിൽ ഈ പ്രസവ സമയത്ത് കുട്ടികൾ മരിക്കുന്നത് ഇഗ്നോർ ചെയ്യുന്നു, മോർട്ടാലിറ്റി ഇഗ്നോർ ചെയ്യുകയും അതേസമയം എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ സമൂഹത്തിൽ മരിക്കുന്ന കാര്യവും നമ്മൾ നോക്കും. ഓക്കെ, സോ മോർട്ടാലിറ്റി റേറ്റ് കൺസിഡർ ചെയ്യുന്നതാണ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഓക്കെ ഇപ്പം ഞാൻ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ സമയത്ത് മരിക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ മരിച്ചു പോകത്തില്ലേ, അപ്പൊ നമ്മുടെ അടുത്തൊരു സിറ്റുവേഷൻ തരുവാണ്. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കുട്ടി എന്താണ് അവിടെ പ്രസവിച്ച് സമൂഹത്തിലേക്ക് വരുന്നെന്നുള്ള ഒരു മീനിങ് ആണ്. അന്നേരം എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് സെയിം ആണ്. ഓക്കെ,
സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഡീപ്പറായിട്ട് നോക്കണ്ട, ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി. റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദ ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി അറ്റ് വിച്ച് എ പോപ്പുലേഷൻ എക്സാക്ട്ലി റീപ്ലേസസ് ഇറ്റ്സെൽഫ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. നമുക്കറിയാം ഒരു ഫസ്റ്റ് ജനറേഷൻ ആൾക്കാർ, സെക്കൻഡ് ജനറേഷൻ ആൾക്കാർ അല്ലേ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണ്. ഫസ്റ്റ് ജനറേഷൻ ആൾക്കാർ 80 വയസ്സും 100 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണുള്ളത്. അവരെത്ര പേരുണ്ട്? ഒരു 20 പേരുണ്ട്. എത്ര പേരുണ്ട്? 20 പേരുണ്ട്. പിന്നെ പുതുതായിട്ട് കുട്ടികൾ ജനിക്കാൻ പോവാണ്. ഓക്കെ, അതാണ് പുതിയ ജനറേഷൻ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആൾക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മോർട്ടാലിറ്റി നടക്കുന്നതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ എന്താണ്? ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കുക, NRR നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പേരിൽ ഒരാൾ മരിച്ചു. അന്നേരം എന്താണ്? ഒരാൾ ജനിക്കുന്നു. ഓക്കെ, അതേസമയം നമ്മളൊരു ഡെവലപ്ഡ് രാജ്യമാണെങ്കിൽ അവിടെ എന്താണ്? ആൾക്കാർ മരിക്കുന്നതിന്റെ എണ്ണം എന്താണ്? പലപ്പോഴും കുറവായിരിക്കും. കാരണം എന്താണ്? ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് മരണം കുറവാണ്. സോ ഒരാൾ മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളെടുത്തായിരിക്കും ഒരാൾ മരിക്കുന്ന സമയത്ത്. ആ സമയത്ത് എന്താണ്? 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 വരെ എന്താണ്? കുട്ടികൾ ജനിക്കുന്ന സിറ്റുവേഷൻ ആണ് ഡെവലപ്ഡ് കൺട്രീസിൽ കാണുന്നത്. സോ ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞത് ഫെർട്ടിലിറ്റിയുടെ കാര്യമാണ്. പക്ഷെ ഇവിടെ റീപ്രൊഡക്ഷൻ റേറ്റ്, ഇവിടെ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ് ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷനെ നിർണ്ണയിക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ്? ഈ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ മരിച്ചു പോകുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് കൂടുതൽ കുട്ടികളാണ്. കാരണം കുട്ടികൾ മരിക്കുന്നില്ല, അവിടെ ഇൻഫന്റ് മോർട്ടാലിറ്റി ഒക്കെ കുറവാണ്. സോ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. സോ ബർത്ത് റേറ്റ് ബന്ധപ്പെട്ട ഫെർട്ടിലിറ്റി റേറ്റ് കാര്യങ്ങൾ മനസ്സിലായി, റീപ്രൊഡക്ഷൻ റേറ്റ് പഠിച്ചു. ഇനിയാണ് മോർട്ടാലിറ്റി റിലേറ്റഡ് മെഷേഴ്സ്. ക്രൂഡ് ഡെത്ത് റേറ്റ്, ക്രൂഡ് ബർത്ത് റേറ്റിന്റെ സെയിം കൺസെപ്റ്റ് ആണ്. എന്താണ്? ആനുവൽ നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 ടോട്ടൽ പോപ്പുലേഷൻ. 1000 പേരെ എടുക്കുകയാണെങ്കിൽ അത് എത്ര പേര് മരിച്ചു, അതിനെയാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ ഏജ് സ്പെസിഫിക് ബർത്ത് റേറ്റ് നോക്കിയ പോലെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഉണ്ട്. 1000 പേര് എടുക്കുകയാണെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര പേര് മരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതാണ് ഡേറ്റ. അടുത്തത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റും. അന്നേരം നമ്മൾ ആദ്യം തന്നെ ഇൻഫന്റിന്റെയും ചൈൽഡിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക. ഇൻഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞിട്ട് എന്താണ്? ഒരു വർഷം വരെ 365 ദിവസം വരെ നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത്? ഇൻഫന്റ് എന്ന് പറയുന്നത്. അതേസമയം 1 വയസ്സായി കഴിഞ്ഞിട്ട് 4 വയസ്സ് വരെയുള്ള ടൈം പീരീഡിലാണ് ചൈൽഡ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇവിടെയും ബേസ് 1000 ചിൽഡ്രൻ ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന 1000 കുട്ടികളിൽ ഓക്കെ എന്താണ്? 1 വയസ്സാകുന്നത് വരെയുള്ള പീരീഡിൽ മരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. എന്താണ്? 1000 കുട്ടികൾ ജനിക്കുന്ന ലൈവ് ബേഴ്സിൽ എന്താണ്? 1 മുതൽ എന്താണ്? ജനിച്ച 1 വയസ്സ് വരെയുള്ള പീരീഡിൽ മരിക്കുന്ന അതിനെ എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. അതേസമയം 1 വയസ്സ് മുതൽ 4 ഇയേഴ്സ് വരെയുള്ള പീരീഡിൽ 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതിനെയാണ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിന്റെ ആ ഡിഫറൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ശ്രദ്ധിക്കുക, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് കൂടുതലാണെങ്കിൽ എക്കോണമി ബാഡ് സിറ്റുവേഷൻ. അതോടൊപ്പം ഒരു മോർട്ടാലിറ്റി റേറ്റും കൂടെ പഠിക്കണം, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് എമംഗ് വുമൺ. എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഏജിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ മരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ബാക്കിയുള്ളതായിട്ട് ഏറ്റവും വലിയ വ്യത്യാസം 1 ലക്ഷം ലൈവ് ബർത്തിൽ ഒരു വർഷം 1 ലക്ഷം ലൈവ് ബർത്തിൽ ആൾക്കാർ എത്ര മരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ ബേസ് ആയിട്ട് 1000 ആണ്. പക്ഷെ 1 ലക്ഷം, 1, 10, 100, 1000, 10 ലക്ഷം, 1 ലക്ഷം ലൈവ് ബർത്ത് ഉണ്ടാകുമ്പോൾ അതിൽ എത്ര പേര് മരിക്കുന്നു, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. ഓക്കെ, സോ കറണ്ട് മോർട്ടാലിറ്റി കണ്ടീഷൻസിൽ ഒരു ജനിക്കുന്ന ന്യൂബോൺ കുട്ടി എത്ര നാള് ലീവ് ചെയ്യാൻ
സാധ്യതയുണ്ട്. ഓക്കെ, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അതോടൊപ്പം തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഒക്കെ ആസ്പെക്റ്റിലാണ് പറയാറുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. നിങ്ങൾ ഈ നോട്ട്സ് ഒന്നും നല്ല വ്യക്തമായിട്ട് വായിക്കണം. ഓക്കെ, ആ കീ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ അടുത്തത് പോപ്പുലേഷനെ കുറിച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ? നമ്മൾ എപ്പോഴും പറയുന്നു പോപ്പുലേഷന്റെ സ്ട്രക്ചർ പഠിക്കുന്നതാണ് ഡെമോഗ്രഫി. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഒരു രാജ്യത്ത് എത്ര പോപ്പുലേഷൻ കൂടിയെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൂഡ് ബർത്ത് റേറ്റും ക്രൂഡ് ഡെത്ത് റേറ്റും ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നാച്ചുറൽ ഗ്രോത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് 100 പേര് മരിച്ചു, 100 പേര് ജനിച്ചു എങ്കിൽ എന്താണ്? നോ ഗ്രോത്ത്, സെയിം ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ 120 പേര് ജനിച്ചു, 100 പേര് മരിച്ചു, അന്നേരം പോപ്പുലേഷൻ എന്താണ്? കൂടുവാണ്. അതേസമയം 120 പേര് ജനിച്ചു, പക്ഷെ എന്താണ്? 200 പേര് മരിച്ചു, അന്നേരം പോപ്പുലേഷൻ ഡൗൺ പോവുകയാണ്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കണം. റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഓക്കെ, സോ റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷന്റെ ഗ്രോത്ത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം ഒരു രാജ്യത്ത് പോപ്പുലേഷൻ കൂടാൻ ഒന്നെങ്കിൽ ബർത്ത് റേറ്റ് എന്താണ്? കൂടിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടും, ഡെത്ത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടും. മൂന്നാമത്തെ എന്താണ്? മൈഗ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ കൂടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാരുടെ എന്താണ് ഭയങ്കര രീതിയിലുള്ള കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത്. സോ അവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നതിന് കാരണം എന്താണ്? ഇന്ത്യക്കാർ പോകുന്നതുകൊണ്ടാണ് അല്ലേ? സോ നമ്മളിവിടെ റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ഇപ്പം ഗ്രോത്ത് റേറ്റ് മാത്രം പറയുവാണെങ്കിൽ ഈ 3 എന്താണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ 3 കാര്യങ്ങളും കണക്കാക്കും. പക്ഷെ നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ കണക്കാക്കൂ? ഈ മൈഗ്രേഷൻ ഒഴിച്ചിട്ടുള്ള ബർത്തും ഡെത്തും മാത്രമേ കണക്കാക്കൂ. സോ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക, റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ മൈഗ്രേഷന്റെ എഫക്റ്റ് നോക്കാതെ ബാക്കിയുള്ള മാറ്റങ്ങളാണ്. പിന്നീട് പോപ്പുലേഷൻ ഡബിളിംഗ് ടൈം. ഓക്കെ, സോ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു എക്കോണമി വളർന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എക്കോണമിയിലെ പോപ്പുലേഷൻ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂൾ ഓഫ് 70, ഇത്ര നാൾ കഴിയുമ്പോൾ പോപ്പുലേഷൻ ഡബിൾ ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട. ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ആസ്പെക്ട്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോപ്പുലേഷൻ പിരമിഡ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, പോപ്പുലേഷൻ പിരമിഡിനകത്ത് ഡെവലപ്ഡ് കൺട്രീസിലെ പോപ്പുലേഷൻ പിരമിഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ചോദ്യമാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സംഭവം എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഷോയിങ് ഏജ് സെക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കും. ഇങ്ങനെ വര വരച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ മെയില്, ഇവിടെ ഫീമെയില്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയാണ്, ഇവിടെ മെയില്, ഇവിടെ ഫീമെയില്. പിന്നീട് എന്താണ്? ആദ്യത്തെ 10 വയസ്സുള്ള പേര് ഇത്ര പേര്, അത് കഴിഞ്ഞിട്ടുള്ള ഇത്ര പേര് എന്ന് പറയുന്നതിനാണ് എന്ത്? നമ്മുടെ പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. ഞാനത് ആ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ്, കണ്ടോ? പോപ്പുലേഷൻ, ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ പോപ്പുലേഷൻ പിരമിഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, മെയില് ഫീമെയില് ഈക്വാലിറ്റി കാണുമല്ലോ, അന്നേരം ഏകദേശം എന്താണ്? അപ്പുറം ഇപ്പുറം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഓക്കെ, എന്താണ് നാരോ ബേസ്? എന്താണ് നാരോ ബേസ്? നാരോ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് കുറവാണ്. നിങ്ങളൊരു പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനത് ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണിക്കാം. എന്ന് ബർത്ത് റേറ്റ് കുറവും, ഓക്കെ, അതേസമയം എന്താണ്? നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാർ കുറെ പേര് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്ത് ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്? ഇപ്പൊ 80 മുതൽ 100 വരെയുള്ള ആൾക്കാർ കുറെ പേര് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡെവലപ്ഡ് കൺട്രിയുടെ ഫീച്ചറാണ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബ്രോഡർ ടോപ്പും നാരോ ബേസും ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് ഫീമെയിൽ ഈക്വാലിറ്റി ഉണ്ട്, ബർത്ത് റേറ്റ് കുറവാണ്. കാരണം എഡ്യൂക്കേഷനിലൂടെ എന്താണ്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെന്നുള്ള ബോധം കിട്ടിയോണ്ട് ബർത്ത് റേറ്റ് കുറവാണ്. അതോടൊപ്പം എന്താണ്? ഈ ഒരു ആൾക്കാർ മരിക്കാൻ ഡെത്ത് റേറ്റ് കുറവുമായിരിക്കും. അതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. സോ ഇതാണ് എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്. പോപ്പുലേഷൻ പിരമിഡ് എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. എന്താണ് ഡിപ്പെൻഡൻസി റേഷ്യോ? ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നമുക്ക് 2 പേര് കാണും, ഡിപ്പെൻഡൻസും അതോടൊപ്പം എന്താണ്? വർക്കിംഗ് ഏജും. എന്തൊക്കെയാണ്? ഡിപ്പെൻഡൻസും വർക്കിംഗ് ഏജും. എന്താണ് ഡിപ്പെൻഡന്റ്?
0 മുതൽ 14 വയസ്സ് വരെ അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അവരാരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുന്നത്? വർക്കിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ 15 മുതൽ 16 മുതൽ എന്നൊക്കെ പറയാം. ഇതൊരു ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി തുടങ്ങുന്ന സമയം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 16 അല്ലെങ്കിൽ 15 മുതൽ 64 വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ എന്താണ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് ആവറേജ് 100 പേരിലെടുത്താണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ചൈൽഡ് ഡിപ്പെൻഡൻസും ഉണ്ട്, ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസും ഉണ്ടെന്നുള്ള ബോധം വെക്കുക. പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെക്സ് റേഷ്യോ. ഫീമെയിൽസും മെയിൽസും തമ്മിലുള്ള റേഷ്യോ ആണ് സെക്സ് റേഷ്യോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കൂടുതലായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, പിന്നീട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൈഗ്രേഷൻ റേറ്റ്. ഓക്കെ, സോ ഇൻ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ, നെറ്റ് മൈഗ്രേഷൻ. നെറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷനും ഇമിഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, നെറ്റ് മൈഗ്രേഷൻ. ഇമിഗ്രേഷൻ രാജ്യത്തിനകത്തേക്ക് വരുന്നു, എമിഗ്രേഷൻ രാജ്യത്തിന്റെ വെളിയിലേക്ക് പോകുന്നു. അതാണ് നെറ്റ് മൈഗ്രേഷൻ റേറ്റ്. പിന്നെ ഇൻ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ ഒരു റീജിയൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. എന്താണ് മൈഗ്രേഷൻ നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാം? മൈഗ്രേഷനെ നമുക്ക് എന്താണ് എപ്പോഴും 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുറെ പേര് വെളിയിലോട്ട് പോകുന്നുണ്ട് അല്ലേ. സോ വിജി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, വിജി ടെക്സ്റ്റൈൽസ് ഞാൻ ഇടയ്ക്ക് വായിച്ചതാണ്. സോ അവിടെ നിന്ന് കുറെ പേര് പോയതിന്റെ കഥയൊക്കെ പറയുന്നതാണ്. സോ അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതാണ്. അവര് അവിടെ ഉള്ള എംപ്ലോയേഴ്സിനെ വെളിയിലേക്ക് വിടുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവിടെ ഇവരുടെ ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ വിടുന്നു. ഓക്കെ, അപ്പോ അതിനെ അവരെ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ തന്നെ ഔട്ട് മൈഗ്രേഷൻ രേഖകളിലാണ് അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഔട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങൾ റീജിയൻ അകത്ത് പോകുന്നതാണ്. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത്രേ ഉള്ളൂ സംഭവം. പറയുന്നത് നിങ്ങൾ 4 ടേംസിനെ കുറിച്ച് ബോധം വേണം. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ അകത്തേക്ക് വേറെ രാജ്യത്തിനകത്ത് വരുന്നത്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, വെളിയിലേക്ക്, ഒരു രാജ്യത്തിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് പോകുന്നത്. അതേസമയം ഇന്നും ഔട്ടും ഒരു റീജിയൻ അകത്ത് നടക്കുന്നതാണ്, ഒരു രാജ്യത്തിനകത്ത് നടക്കുന്നതിനാണ്. സോ ഈ സം ഓഫ് ഇൻ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷനെ ഗ്രോസ് മൈഗ്രേഷൻ റേറ്റ് എന്നൊക്കെ റേറ്റ് പറയും. അതൊന്നും വലിയ പ്രസക്തി ഇല്ല. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ബർത്ത് റേറ്റ്സ് റിലേറ്റഡ്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് റിലേറ്റഡ്, മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് റിലേറ്റഡ്, അത് കഴിഞ്ഞിട്ട് എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് റിലേറ്റഡ്. ഓക്കെ, പോപ്പുലേഷൻ സ്ട്രക്ചർ, പിരമിഡ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇതിന്റെയൊക്കെ ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഫാക്ട്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു നമ്മുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫോർമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി. ഫോർമൽ ഡെമോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന പല ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇനി എന്താണ്? ഫോർമൽ മാറി സോഷ്യൽ ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, പോപ്പുലേഷൻ മൊമെന്റം. ഓക്കെ, സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ത്യയുടെയും കേരളത്തിന്റെയും നോക്കണം. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ് ഡെമോഗ്രഫി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആ സയന്റിഫിക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് വേണ്ട ടൂൾസ് എല്ലാം ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ശ്രദ്ധിക്കുക, ഡിമോസ് പീപ്പിളിന്റെ കാര്യങ്ങൾ ഗ്രാഫൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഡേറ്റ ഇവിടെ എന്താണ് കളക്ട് ചെയ്യുന്നത്? ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ പല രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യും. പ്രധാനമായിട്ടും കളക്ട് ചെയ്യുന്ന 2 രീതി. ഇതാണ് സെൻസസ് സർവേ. ഓക്കെ, എന്താണ് സെൻസസ് സർവേ? സെൻസസ് എന്നറിയാം. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ വ്യക്തികളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഒരു സാമ്പിളിനെ എടുത്ത് നമുക്ക് പഠിക്കാം. സോ ഈ 2 രീതിയിലുമാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡേറ്റ കളക്ഷൻ സെന്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മളൊരു ബോധം വെക്കണം. ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ 18th സെഞ്ചുറി യൂറോപ്പിലാണ് എന്താണ് നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടായതിനു ശേഷം, മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായതിനു ശേഷം നമ്മുടെ എന്താണ്
ഈ ഒരു സൊസൈറ്റിയുടെ ഡേറ്റാസ് വേണം. എന്താണ്, ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോളിസി മേക്കിംഗ് വേണ്ടേ, അതിനാണ് ഉണ്ടായത്. സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എന്താണെന്നുള്ള ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ 2011 സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സോ സെൻസസ് എന്ന് പറയുന്ന വാക്ക് വന്നത് എന്താണ്, ലാറ്റിൻ വേർഡായിട്ടുള്ള സെൻസിയോ, ഓക്കെ, ടു അസസ് എന്ന് പറയുന്ന മീനിങ് ഉള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നത്, സെൻസസ് എന്ന് പറയുന്ന വാക്കെന്ന് വരുന്നത്. ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ ആൻ ഒഫീഷ്യൽ കൗണ്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഓർ ഡിസ്ട്രിക്ട് ഇൻക്ലൂഡിങ് ഏജ്, സെക്സ്, എംപ്ലോയ്മെന്റ്. സോ ഈ ഒരു സെൻസസ് മുഴുവൻ എഴുതി വായിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ സൂപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, സോ എന്നാൽ ഈ ഡെഫിനിഷൻസ് ഒക്കെ നമ്മളൊന്ന് വായിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. പല ഡേറ്റ അനാലിസിസ് ഇക്വേഷൻസ് അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഈ യുണൈറ്റഡ് നേഷൻ സ്റ്റഡി ഡിഫൈൻസ് ദ പോപ്പുലേഷൻ സെൻസസ് ആസ് ദ ടോട്ടൽ പ്രോസസ് ഓഫ് കളക്ടിങ്, കമ്പൈലിംഗ് ആൻഡ് പബ്ലിഷിംഗ് demographic, economic and social data pertaining at a specified time or times to all persons in a country in a delimited territory. ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ലൊക്കേഷൻ, സെക്സ്, ഏജ്, marital സ്റ്റാറ്റസ്, ലിറ്ററസി സ്റ്റാറ്റസ്, ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ ലെവൽ, എക്കണോമിക് ആക്ടിവിറ്റി, നമ്പർ ഓഫ് ചിൽഡ്രൻ, മൈഗ്രേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ് പോപ്പുലേഷൻ സെൻസസിൽ ഉണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുക. ഓക്കെ, സോ സാധാരണ 10 വർഷത്തിൽ ഒരിക്കലാണ് നടത്തുന്നത്. എല്ലാ രാജ്യം മുഴുവനും എടുക്കും സ്പെസിഫൈഡ് ഏരിയാസിൽ. ഇതൊക്കെ നിങ്ങളൊന്ന് എന്താണ് സെൻസസ് കമ്മീഷന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചെടുത്താൽ മതി. സോ നമ്മൾ ഫസ്റ്റ് മോഡേൺ സെൻസസ് നടന്ന രാജ്യം ഏതാണ്, USA ആണ്. 1790-ലാണ്. ഈ USA നടന്നു കഴിഞ്ഞിട്ട് യൂറോപ്പ് മുഴുവൻ എന്താണ് 1800-കളിൽ അഡോപ്റ്റ് ചെയ്തു ഫസ്റ്റ് ബ്രിട്ടീഷ് സെൻസസ്. ഓക്കെ, ബ്രിട്ടീഷ് പീരീഡിൽ ഫസ്റ്റ് സെൻസസ് നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് റെഗുലർ 10 വർഷത്തിൽ ഒരിക്കൽ സെൻസസ് തുടങ്ങിയത് 1881-ലാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 1951 മുതൽ 21 വരെ 7 സെൻസസ് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ്. സോ ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ ഷോർട്ട് നോട്ടായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയെടുക്കുക. നോട്ട് മുഴുവനും വായിക്കണം. ഒരു റൗണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കുകയും കൂടി ചെയ്യണം. സോ എല്ലാം മനസ്സിൽ കാണും. ഓക്കെ, സോ ഇനി നമ്മൾ കുറച്ച് തിയറീസ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയാണ്. ആ തിയറിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോകത്ത് ആദ്യമായി ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നടന്ന രാജ്യം ഏതാണ്? ആൻസർ ഏതായിരുന്നു? നിങ്ങൾ ആൻസർ കണ്ടു, അബദ്ധത്തിൽ ഞാൻ ഇട്ടു, ഫ്രാൻസ് ആയിരുന്നു. സോ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറഞ്ഞല്ലോ. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ, സോ ഡെഫിനേഷൻ നോക്കാം. ഫ്രാൻസ് വാസ് ദ ഫസ്റ്റ് ട്രാൻസിഷൻ ഫ്രം ഹൈ ബർത്ത് ആൻഡ് death rates, low rates starting in the 18th century, forming the basis of demographic transition model. വല്ലോ മനസ്സിലായെന്ന് അറിയാം. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറഞ്ഞ് നമ്മുടെ എക്കോണമിയിൽ മാറ്റങ്ങൾ ഉണ്ടായ ഫസ്റ്റ് എക്കോണമി ആയിരുന്നു ഫ്രാൻസ്. അങ്ങനെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ ഉണ്ടായത്. ഓക്കെ, സിമ്പിൾ അല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ റോബർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു തിയറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മാൽത്തൂസിൻ തിയറി ഓഫ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷനെ കുറിച്ച് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു. പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് എന്തായിരുന്നു? ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. മാൽത്തൂസ് എന്ന പേര് കണ്ടാൽ തന്നെ അയാളുടെ ബുക്ക്, ആ വ്യക്തിയുടെ ബുക്ക് നിങ്ങൾ അറിയണം. ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. In it, Malthus theorized that population would continue expanding until growth is stopped or reversed by disease, famine, war or calamity. നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കും, ഒരു യുദ്ധമോ ഇല്ലെങ്കിൽ ഒരു കലാമിറ്റിയോ ഒക്കെ ഉണ്ടാകുന്നവരെ. ഓക്കെ, അദ്ദേഹം എന്താണ് ഒരു ഫോർമുല ബേസ്ഡ് ആണ് ഇത് പറയുന്നത്. മാൽത്തൂസിയൻ ഗ്രോത്ത് മോഡലിൽ നമ്മൾ ഒരു രാജ്യം വളരുന്നത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രോത്ത് മോഡലായിട്ട് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാണ്. മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ആണ്. ബുക്കിന്റെ പേര് ആലോചിക്കുക, ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്നാണ്. അത് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ജിയോമെട്രിക്കൽ ആണ്. ജിയോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4, 5 എന്നല്ല. ഓക്കെ, 2 raised 1.
ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 to 4, ഓക്കെ, 8, 16 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ഫുഡ് പ്രൊഡക്ഷൻ 2, 4, 6, 8 നമുക്ക് ലിമിറ്റഡ് ലാൻഡ് ഒക്കെ അല്ലേ ഉള്ളൂ. അന്നേരം ഈ ഫുഡ് പ്രൊഡക്ഷന് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പോപ്പുലേഷന് വേണ്ടിയുള്ള ഫുഡ് അവിടെ എന്താണ് ഇല്ല. അതിനെയാണ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്നാൽ പോപ്പുലേഷൻ ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈ കാണത്തില്ല. പോപ്പുലേഷൻ കൂടുതലും ഫുഡ് സപ്ലൈ കുറവായിരിക്കും. സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇത് 2 രീതിയിലാണ് കറക്റ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് പോസിറ്റീവ് ചെക്കും പ്രിവെന്റീവ് മെഷേഴ്സും. സോ ശ്രദ്ധിക്കുക, ഈ 2 വാക്കുകളും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ പോസിറ്റീവ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തിരുത്താതെ പ്രകൃതി നമുക്ക് പണി തരുന്നതിനെയാണ് പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ചെക്സ്, എർത്ത് കേക്കോ എപ്പിഡമിക്കോ ഫമീൻസോ ഫ്ലഡോ ഒക്കെ വന്ന ആൾക്കാർ മരിച്ചു പോകുന്നു. അങ്ങനെ എന്താണ്, പോപ്പുലേഷൻ താഴോട്ട് വരുന്നതിനെയാണ് പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നത്. അതേസമയം പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ തന്നെ ബോധം വന്ന് മാരേജസിലൂടെയും നമ്മൾ കുട്ടികൾ ഉണ്ടാകുന്നത് കുറെ ഫാമിലി പ്ലാനിങ്ങിലൂടെ എല്ലാം എന്താണ് കുറയ്ക്കുന്നതാണ് പ്രിവെന്റീവ് മെഷേഴ്സ്. സോ അതാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷനിൽ പറയുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. എന്ത്? ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. വാട്ട് ഡസ് ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ പ്രൈമറിലി എക്സ്പ്ലെയിൻ? എക്കണോമിക് ഗ്രോത്ത് പാറ്റേൺസ് ആണോ? അല്ല. ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് സ്ട്രക്ചറിനെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡലിൽ പറയുന്നത്. മൈഗ്രേഷനെ കുറിച്ചാണോ? അല്ല. അഗ്രികൾച്ചറിനെ കുറിച്ചാണോ? അല്ല. ഇതെങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞുതരാം. സോ ഇതിനെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കാം, നമുക്ക് ആ ഒരു പോപ്പുലേഷൻ സൈസ് ആണ് എന്തി കാണിക്കുന്നത്, ഈ റെഡ് കാണിക്കുന്നത് പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ കൂടുന്നോ കുറയുന്നോ എന്നുള്ള കാര്യമാണ്. അന്നേരം ഈ റെഡ് ലൈൻ നോക്കിക്കേ, ആദ്യം കുറവായിരുന്നു, കൂടി വന്നു, ഭയങ്കര കൂടി വന്ന് എന്താണ്, പിന്നെ എന്ത് പറ്റി, എന്താണ് കുറയാനായിട്ട് തുടങ്ങുന്നു. ആ കൂടുന്നത് കുറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്താണ് പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത്. ബർത്ത് റേറ്റ് ആദ്യം കൂടി, പിന്നെ എന്താണ് കുറഞ്ഞു വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡെത്ത് റേറ്റ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എങ്ങനെയോ കുറഞ്ഞു പോകുന്നു. വല്ലതും മനസ്സിലായല്ലെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. സോ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ബർത്ത് റേറ്റ്. ഓക്കെ, ബർത്ത് റേറ്റ് എന്താണ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7 കോടി, ചുമ്മാ ഇരിക്കട്ടെ, 7 കോടി ബർത്ത് റേറ്റ് എന്താണ് 7 കോടി, ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതിനോടൊപ്പം എന്താണ് ഡെത്ത് റേറ്റും എന്താണ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് കുറെ പേര് ജനിച്ചാലും കുറെ പേര് മരിച്ചു. അന്നേരം എന്താണ് പോപ്പുലേഷൻ വളരെ കുറവാണ്. ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ് അല്ലേ? ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ്, വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ല, വളരെ സിമ്പിൾ ആണ്, ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ് ഇരിക്കുന്നത്. പക്ഷെ ഈ 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എക്കോണമിയിലെ ബർത്ത് റേറ്റ് എന്താണ് കൂടി നിൽക്കും. ബർത്ത് റേറ്റിൽ മാറ്റമൊന്നുമില്ല, ബർത്ത് റേറ്റ് എന്താണ് കൂടി തന്നെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം വളരുന്നതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും എല്ലാം വന്നു കഴിയുമ്പോൾ എന്താണ് ഡെത്ത് റേറ്റ് എന്താണ് കുറയും. അന്നേരം നമ്മൾ ആലോചിക്കുക ഡെത്ത് റേറ്റ് കുറയുന്ന നല്ലതാണല്ലോ. പക്ഷെ അങ്ങനല്ല, ബർത്ത് റേറ്റ് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും നാള് ബർത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഡെത്ത് റേറ്റ് ഈക്വൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണ് ഡെത്ത് റേറ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അന്നേരം ആൾക്കാര് എണ്ണം ജനിക്കുന്നത് കൂടും എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന്റെ വ്യാപ്തി കൂടും. കാരണം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആൾക്കാർ മരിക്കുന്നില്ല. സോ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൂടിയപ്പോൾ ഡെത്ത് റേറ്റ് കുറയുന്നതിലൂടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് വളർന്നു. അതാണ്ട് കണ്ടോ, അതാണ്ട് ഇവിടെ നിന്ന പോപ്പുലേഷൻ ഇങ്ങനെ കൊട്ടയ്ക്ക് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, വളർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കുക, ഈ സമയത്ത് എന്താണ് നമ്മുടെ എക്കോണമി വളരെ ബാഡ് സിറ്റുവേഷനിലേക്ക് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേജിന്റെ അവസാന ഘട്ടം ആവുമ്പോൾ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടും. ഒരു എക്കോണമിക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ തേർഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ ബർത്ത് റേറ്റ് എന്താണ്, ബർത്ത് റേറ്റ് പതുക്കെ കുറഞ്ഞു വരുന്നു. എന്താണ് ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതിന്റെ കാര്യം നമ്മുടെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ, ഇവിടെ ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടുന്നത് പോലെ പെട്ടെന്ന് ബോധം വരത്തില്ല ബർത്ത് റേറ്റ് കുറയ്ക്കാൻ. എഡ്യൂക്കേഷൻ കിട്ടും, സെക്സിലൂടെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഗർഭ നിരോധന ഉറ, ഇല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് മതി എന്നുള്ള ഫാമിലി പ്ലാനിങ് ഒക്കെ വേണമെന്നുള്ള എഡ്യൂക്കേഷൻ ബോധം കിട്ടും. പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ലോജിക്ക് എന്തുവായിരുന്നു,
കൃഷി ചെയ്യുന്ന സമയത്ത് മാക്സിമം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ മാക്സിമം പണിയെടുക്കുക, അതുവഴി അവർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അത് തെറ്റാണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമൂഹത്തിനും ആ വീട്ടിലും എന്താണ് കൂടുതൽ ചെലവാണെന്നുള്ള ബോധമൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഒരു എക്കണോമിക് ആസ്പെക്ട് കൃത്യമായ ബോധം നമ്മുടെ കയ്യിലില്ലായിരുന്നു. സോ എന്താണ് ബർത്ത് റേറ്റും കുറയും, അതോടൊപ്പം എന്താണ് ഈ ഡെത്ത് റേറ്റും എന്താണ് കുറയും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാവുമ്പോൾ എന്താണ് നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറഞ്ഞ് നമ്മൾ സമാധാനത്തിലെത്തി. ഫോർത്ത് സ്റ്റേജിലാവുമ്പോൾ എന്താണ് ബർത്ത് റേറ്റ് ഒക്കെ എന്താണ് ഒരു ഓർഡറിൽ പോയി, ഡെത്ത് റേറ്റും എല്ലാം അണ്ടർ കൺട്രോളായി, നമ്മുടെ പോപ്പുലേഷൻ ഒരു സ്റ്റേബിളായിട്ട് മാറും. സോ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. അത് ബർത്ത് റേറ്റ് നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റേജ് 1 ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം സ്റ്റേജ് 4ഉം ഒന്ന് മനസ്സിലാക്കുക. സ്റ്റേജ് 1ൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലാണ്. സ്റ്റേജ് 2ൽ ബർത്ത് റേറ്റ് കൂടുതലാണ്, ഡെത്ത് റേറ്റ് കുറയും. അങ്ങനെ പോപ്പുലേഷൻ എന്താണ് കുതിച്ചുയരും, പൊട്ടിത്തെറിക്കും, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പിന്നീട് എന്താണ് നമുക്കൊരു എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി, ബർത്ത് റേറ്റും കുറയും, ഡെത്ത് റേറ്റും കുറയും, എന്താണ് എക്കോണമി സ്റ്റേബിൾ ആവും ഫോർത്ത് സ്റ്റേജിൽ. അതിനെയാണ് എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ. എക്കോണമി കടന്നു പോകുന്ന പല സ്റ്റേജസിനെയാണ് നമ്മുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഞാൻ പറയുന്ന ഇവിടെ നോട്ടായിട്ട് ഞാൻ തന്നിട്ടുണ്ടത് സ്റ്റേജ് 1ൽ എന്താണ് ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും ആണ്, ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ. അതേസമയം സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ എന്താണ് ഡെത്ത് റേറ്റ് ഭയങ്കരമായിട്ട് ഷാർപ്പ് ഡിക്ലൈൻ ആവും. അന്നേരം എന്താണ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകും. ഓക്കെ, സോ തേർഡ് സ്റ്റേജിൽ ബർത്ത് റേറ്റ് ഫോളോ ചെയ്ത് തുടങ്ങി, അതുകൊണ്ട് എന്താണ് ഈ ഒരു ബർത്ത് റേറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ അവസാനം എന്താണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറഞ്ഞ എന്താണ് ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ ആയി മാറുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡലിൽ എത്ര സ്റ്റേജ് ഉണ്ട്? ക്ലാസിക്കൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡലിൽ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 സ്റ്റേജ് ആണ്. അന്നേരം നിങ്ങൾ ചോദിക്കും സാറേ 5 എണ്ണം ഇല്ലേ? 5 എണ്ണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വേർഷൻ ട്രഡീഷണൽ മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസിക്കൽ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സ്റ്റേജ് ഉള്ളൂ? 4 സ്റ്റേജ് ഉള്ളൂ. പക്ഷെ എന്താണ് ഫിഫ്ത്ത് സ്റ്റേജ് ബർത്ത് റേറ്റ് ഡിക്രീസിങ് മാറി ഡിക്ലൈൻ നെഗറ്റീവ് ആവുന്നത് മോഡേൺ വേർഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണം ജപ്പാനിൽ എന്താണ് നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, ലോ ഫെർട്ടിലിറ്റി കാരണം. സോ അത് സ്റ്റേജ് 5th ആയിട്ടും പറയാറുണ്ട്. പക്ഷെ ക്ലാസിക്കൽ മോഡലിൽ 4 സ്റ്റേജും ഇപ്പൊ മോഡേൺ ആയിട്ട് 5 സ്റ്റേജും ആണുള്ളത്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. സോ ഞാൻ ഇത്രയും പഠിപ്പിച്ച കാര്യം ഒന്ന് റീവൈൻഡ് ചെയ്ത് തരുവാണ്. നമ്മൾ ക്ലാസ് തുടങ്ങി എങ്ങനെയായിരുന്നു? സ്റ്റാറ്റിക് ഡൈനാമിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സിലബസിൽ നമ്മൾ ആദ്യം ഡെമോഗ്രഫി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഡെമോഗ്രഫി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡെമോഗ്രഫിയുടെ ഒറിജിൻ സ്കോപ്പ് ഒക്കെ നോക്കി, ടൈപ്സ് ഫോർമൽ സോഷ്യൽ ഡെമോഗ്രഫി പഠിച്ചു, ഡെമോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ് നോക്കി, എക്കണോമിക്സും ഡെമോഗ്രഫിയും തമ്മിലുള്ള ബന്ധം നോക്കി, ക്രൂഡ് ബർത്ത് റേറ്റിന്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കി, PBQs കുറച്ച് ലൈക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് കുറെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം, സെൻസസ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് നമ്മൾ തിയറീസിലും മാൽത്തൂസിയൻ തിയറി പെട്ടെന്ന് നോക്കി പോയിട്ട് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ കിട്ടില്ലവായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. സോ ഇനി ക്വസ്റ്റ്യൻസ് കുറച്ച് ആ ഒരു ആദ്യത്തെ പാർട്ടിലൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാം. സോ ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റേജ് 1? സ്റ്റേജ് 1ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്താണ്? ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡലിലാണ്. അന്നേരം നമുക്ക് പറയാൻ പറ്റും സ്റ്റേജ് 1ൽ ബർത്ത് റേറ്റ് കൂടുതലാണ്, ഡെത്ത് റേറ്റ് കൂടുതലാണ്. ഇത് മനസ്സിൽ വന്നിട്ട് നോക്കണം. ഹൈ ബർത്ത് റേറ്റ് ശരിയാണല്ലോ. ഓക്കെ, ഹൈ ഡെത്ത് റേറ്റ് ശരിയാണല്ലോ. റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ശരിയാണല്ലോ. ലോ ലൈഫ് എക്സ്പെക്ടൻസി അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഡി ആണ്. ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ്. ഓക്കെ, ആണോ? ഡി ആണോ? നമ്മൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റുന്നതാണ്. സോ ഇത് ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചാണ്. കാരണം നിങ്ങൾ ഈ ഒരു ഫ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു ഫ്ലോയിൽ ആൻസർ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. നമുക്കറിയാം ഹൈ ബർത്ത് റേറ്റ് ഹൈ ഡെത്ത് റേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാത്തത് പോപ്പുലേഷൻ ഗ്രോത്ത്, എല്ലാം കൂടുന്നു പോപ്പുലേഷൻ ഗ്രോത്ത്, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ബർത്ത് റേറ്റ് കൂടുന്നതനുസരിച്ച് ഡെത്ത് റേറ്റ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റേറ്റിനെ ക്യാൻസൽ ചെയ്യുന്നതാണ് ഡെത്ത് റേറ്റ്. ഓക്കെ, അന്നേരം എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേബിൾ ആണ്. റാപ്പിഡ് ആണോ?
ആൻസർ എന്താണ്? കറക്റ്റ് സി ആണ്. എന്താണ്? സി ആണ്. അന്നേരം ലോ ലൈഫ് എക്സ്പെക്ടൻസി എന്തോ സാറേ എന്ന് നിങ്ങൾ ചോദിക്കും. ഹൈ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ലോ ലൈഫ് എക്സ്പെക്ടൻസി അല്ലേ? സോ അത് ശരിയാണ്. സോ ഇതിന്റെ ആൻസർ വളരെ ശ്രദ്ധയോടെ ആൻസർ ചെയ്യുക. എ തെറ്റാണ് എന്ന് പറഞ്ഞാൽ എ ഫീച്ചർ ആണ്, ബി ഫീച്ചർ ആണ്, ഡി ഫീച്ചർ ആണ്. ഫീച്ചർ അല്ലാത്ത എന്ത് മാത്രമാണ്? ഡി ആണ്. ആൻസർ എന്താണ്? ഡി ആണ്. ആ ഒരു ബോധം മനസ്സിൽ വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ദ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്സ് ഇൻ സ്റ്റേജ് 2 ഈസ് പ്രൈമർലി ഡ്യൂ ടു. ഡെത്ത് റേറ്റിൽ ഉണ്ടാകുന്ന ഡിക്ലൈന് കാരണം എന്താണ്? ഡിക്ലൈന്റെ കാരണം എന്താണ്? ഡെത്ത് റേറ്റിൽ ഉണ്ടാകുന്ന ഡിക്ലൈന്റെ കാരണം എന്താണ്? സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ ആണ്. എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ ആണ്. ഓക്കെ, സോ അടുത്തത് വിച്ച് ഫാക്ടർ മെയിൻലി കോസസ് ബർത്ത് റേറ്റ്സ് ഫോൾ ഡ്യൂറിങ് സ്റ്റേജ് 3. സ്റ്റേജ് 3 എത്തുമ്പോൾ എന്ത് കുറയും? നമ്മുടെ ബർത്ത് റേറ്റ് കുറയും. കാരണം എന്താണ്? ലിറ്ററസി. നമുക്ക് ഇൻക്രീസ്ഡ് ആയിട്ട് ലിറ്ററസി കിട്ടുമ്പോഴും ഫാമിലി പ്ലാനിങ്ങിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഓക്കെ, ലൈക്ക് കുറയുന്നത്. ബർത്ത് റേറ്റ് എന്താണ്? കുറയുന്നത്. ആദ്യം കുറയുന്നത് ഡെത്ത് റേറ്റ്, പിന്നാണ് ബർത്ത് റേറ്റ് സ്റ്റേജ് 3 കൂടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈ സ്റ്റേഷനറി സ്റ്റേജ്. ഒന്നുമില്ല, ഹൈ സ്റ്റേഷനറി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്താണ്. സ്റ്റേഷനറി ആയിട്ട് ഗ്രോത്ത് നിൽക്കുന്നു, പക്ഷെ എന്താണ്? ഹൈ ബർത്ത് റേറ്റ് ഹൈ ഡെത്ത് റേറ്റ് ഉള്ളതിനാണ് ഹൈ സ്റ്റേഷനറി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അതേസമയം എന്താണ്? ലോ സ്റ്റേഷനറി സ്റ്റേജ് എന്ന് വിളിക്കുന്നത് എന്താണ്? ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ലോ ആയിട്ടിരിക്കുന്ന സ്റ്റേബിൾ സിറ്റുവേഷനെയാണ് 4 എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്റ്റേജിൽ ഏതാണ് ഫാസ്റ്റസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? സ്റ്റേജ് 2 ആണ്. ശ്രദ്ധിക്കുക, സ്റ്റേജ് 2ന്റെ പ്രത്യേകത എന്താണ്? ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവും. ഈ ഒരു ഫേസ് ചെയ്യാനായിട്ടാണ് എല്ലാ എക്കോണമീസും വിഷമിക്കുന്നത്. ഡെത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, ബർത്ത് റേറ്റ് ഹൈ ആയിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്തുണ്ടാകുന്ന കാര്യമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഈ ഒരു സമയത്തുണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഈ പീരീഡ് ആണ് എല്ലാ രാജ്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ വിച്ച് സ്റ്റേജ്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പോപ്പുലേഷൻ കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് ഏത് സ്റ്റേജ് ആയിരിക്കും? സ്റ്റേജ് 3 ആണ്. ഓക്കെ, കാരണം എന്താണ്? നമ്മുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇൻക്രീസസ്, ബർത്ത് റേറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് പോപ്പുലേഷൻ യങ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ആൻസർ എന്താണ്? 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കലി ചിന്തിക്കണം, അല്ലാതെ സിമ്പിൾ അല്ല. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഈ ഡെമോഗ്രാഫിക്, നിങ്ങൾ ഈ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാര്യം പഠിക്കുമ്പോൾ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ കാര്യം എന്തിനാ സാറേ പഠിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ കുറിച്ച് ബോധം വേണം. 1921 ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് വിളിക്കുന്ന വർഷം എന്താണ്? 1921 ആണ്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പീരീഡിലാണ് നമ്മൾ എന്താണ് ട്രെൻഡ് മാറുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ 1921 മുമ്പ് പോപ്പുലേഷൻ ഭയങ്കര എന്താണ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുന്ന ആ ഒരു പീരീഡ് ആണ് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ഓക്കെ, ഏജ് ഓഫ് ഗ്രേറ്റ് ഡിവൈഡിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ ഒക്കെ തുടങ്ങുന്ന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ നോക്കണം, ഈ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജിലേക്ക് കടക്കുന്നത് 1921 അതിനെയാണ് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. നന്നാകാൻ പോകുന്ന സിറ്റുവേഷൻ, ബാഡ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ നല്ല സിറ്റുവേഷനിലേക്ക് കയറുന്നതിനാണ് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നുള്ള വർഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുണ്ടാകുന്ന സെൻസസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സെൻസസ് 1871 ആയിരുന്നു. അത് സയന്റിഫിക് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഗ്രേറ്റ് ഡിവൈഡ് എന്താണെന്നും ഇതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെമോഗ്രഫിയുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഈ ഡെമോഗ്രഫിയുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൈനാമിക് ആസ്പെക്ട്സ് നമ്മൾ നോക്കും. ഡെമോഗ്രഫിയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്ടിൽ നിന്ന് ഇതിൽ നിന്നല്ലാതെ ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വ്യക്തമായി മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡേറ്റ അനാലിസിസ് കാണാം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പഠനം തുടങ്ങിയവരാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഒരിക്കലും ഡൗൺ ആയി പോകരുത്. കാരണം
നല്ല നേരത്തെയാണ് അല്ലേ, ക്ലാസ്സസ് ഒക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. വിൽ സി യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്.